പഠനത്തോടൊപ്പം ജോലി എന്ന സ്വപ്നവുമായി കേരളത്തിൽ നിന്നും യുവാക്കൾ വിദേശത്തേക്ക് പറക്കുമ്പോഴാണ് കേരളത്തിന് അഭിമാനമായി അഷദുൽ ഹക്കിന്റെ വരവ്. ഒരു നേരത്തെ അന്നം തേടിയാണ് അങ്ങ് അസമിൽ നിന്നും അഷദുൽ ഹക്ക് എന്ന ചോട്ടു കേരളത്തിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ ജോലി തിരക്കുകൾക്കിടയിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം സാക്ഷരതാ മിഷന്റെ കീഴിൽ പൂർത്തിയാക്കി. 12ാം ക്ലാസ് പാസ്സായ ചോട്ടു ബിരുദ പഠനത്തിനായി തയ്യാറാകുന്നത് മലയാളക്കരയുടെ അഭിമാനമാണ്. കൈനിറയെ സ്വപ്നങ്ങളായല്ല, മറിച്ച് മനസ്സിൽ കുറെ സങ്കടങ്ങളുമായാണ് 2014 അഷദുൽ ഹക്ക് 13ാം വയസ്സിൽ കേരളത്തിലേക്ക് വണ്ടി കയറിയത്. തിരുവനന്തപുരം ആര്യനാടെത്തിയ ഈ കൊച്ചുബാലൻ നിരവധി കടകളിൽ പണിയെടുത്തു. കടക്കാരും പ്രദേശവാസികളും അഷദുല്ലിന്റെ പ്രായം കണ്ടിട്ട് ചോട്ടു എന്ന് വിളിച്ചു. ഒടുവിൽ ആര്യനാടിന്റെ സ്വന്തം ചോട്ടുവായി അഷദുൽ ഹക്ക്. ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തെ കരകയറ്റാൻ ചോട്ടു തെരഞ്ഞെടുത്ത വഴി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളവും. വീട്ടിൽ പറയുമ്പോഴേ എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ നോക്കിയപ്പോഴേ ഒരു നിവർത്തിയില്ല, ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും കുടിച്ചിട്ട് അമ്മടുത്തെ വഴക്കമുണ്ടാക്കും. അതൊക്കെ കണ്ടിട്ട് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മൂത്ത ചേച്ചിയാണ്. ചേച്ചി കല്യാണം അയച്ച് അതിനുശേഷം ഒരുപാട് കടം തീർക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. അച്ഛന് ജോലിയൊന്നുമില്ല, അമ്മയ്ക്കോ ജോലിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് നാട്ടുകാർ ഒരുപാട് കേരളത്തിൽ വരാറുണ്ട്, ഒരുപാട് ആൾക്കാർ കേരളത്തിൽ വരാറുണ്ട്. അങ്ങനെ ഞാൻ കേരളത്തിലെത്തി. ആര്യനാടെന്ന് പറയുന്ന സ്ഥലത്തിൽ ഞാൻ എത്തി. അങ്ങനെ ഇവിടെ വന്നപ്പോഴേ ഒരു ഹോട്ടലിൽ ജോലിക്ക് അപ്പോഴാണ് എൻ്റെ പേര് ചോട്ടുവായി. ഹോട്ടലിലുള്ള എല്ലാവരും നോക്കിയപ്പോൾ ഞാൻ കൊച്ചു പയ്യനാണ്. അപ്പോഴേ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഞാൻ കൊച്ചു പ്രായത്തിലാണ് വന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ പേരിട്ട് ചോട്ടുവാണ്. അങ്ങനെ പേരായി, കേരളത്തിൻ്റെ പേര് ചോട്ടു. കേരളത്തിലെ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ രീതികളും കണ്ടപ്പോഴാണ് ചോട്ടുവിൻ്റെ മനസ്സിൽ പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെ പൊടി തട്ടിയെടുത്തത്. പൊതുവെ ഇതര സംസ്ഥാനക്കാർക്ക് മലയാളം വായിക്കാനും എഴുതാനും പ്രയാസമായിരിക്കെ ഇത് രണ്ടും ഒരു മാസക്കാലം കൊണ്ട് ചോട്ടു സ്വായത്തമാക്കി. വായിക്കാൻ എഴുതാൻ പഠിക്കാനായിട്ട് ഒരു മാസത്തിനകത്ത് ഞാൻ പഠിച്ച്. ഒരു മാസത്തിനകത്ത് ഞാൻ വായിക്കാം, പിന്നെ കൂട്ടി വായിക്കാൻ തുടങ്ങി, എഴുതിയാമൊക്കെ പഠിച്ച്. ഒരു മാസം എടുത്ത് LKG UKG പിള്ളേരുടെ ടെക്സ്റ്റ് വായിച്ചാണ് ഞാൻ പഠിച്ചത്. നാട്ടിലെ സ്കൂളുകളും ഇവിടുത്തെ സ്കൂളുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ചോട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്കൂൾ അവിടുത്തെ സ്കൂൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സേഫ്റ്റി ഉണ്ടോ, പിള്ളേരേക്ക് പഠിക്കാനുള്ളോ ഒരുപാട് സൗകര്യമുണ്ടോ, കേരള ഗവൺമെൻറ് ഒരുപാട് സഹായിക്കാറുണ്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ഇല്ലെങ്കിലും ടെക്സ്റ്റും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വേണമെങ്കിൽ കുറേ പാർട്ടിക്കാരുണ്ടോ, പാർട്ടിക്കാർ എന്ത് ചെയ്യും, അവരുടെ പിള്ളേരേക്ക് ടെക്സ്റ്റ് കൊടുക്കും. പരീക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ അടുത്ത സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ടെക്സ്റ്റ് കൊടുക്കാറുണ്ടോ, പെൻസിലും പേന് ഇതൊക്കെ എല്ലാം അയച്ചു കൊടുക്കും. പക്ഷേ അവിടെ എങ്ങനെയൊന്നുമില്ല. അവിടെ ആരോ സഹായിക്കാറില്ല. വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു, ആർക്കും തിരിഞ്ഞ് നോക്കില്ല. കേരളത്തിൽ ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സഹായം ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള കിട്ടിയത്. കേരളത്തിൽ വന്നായതുകൊണ്ടാണ് എനിക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത്. അസമിൻ്റെയും കേരളത്തിൻ്റെയും ജീവിത രീതിയിലുള്ള പ്രത്യേകത കൃത്യമായി പറയുകയാണ് 24-കാരനായ അസം സ്വദേശി. എങ്ങനെ ജീവിതം പറയുമ്പോഴേ എന്താ പറയാം, അവിടെ മനുഷ്യനായിട്ടല്ല കാണുന്നത്, അവരെ ജാതി മതമായിട്ടാണ് നോക്കുന്നത്. ഏത് ജാതിക്കാരും ഏത് മതക്കാരും അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷേ കേരളത്തിൽ പറയുമ്പോഴേ ആദ്യം ഇതൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത് കേരളം. ഈ ഒരു കാര്യമാണ് ജീവിത രീതി പറയുന്നത്. പിന്നെ പറയുമ്പോഴേ കേരളം പറയുമ്പോഴേ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയണ കേട്ടിട്ടുണ്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ ഇത് പറയുമ്പോഴേ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൽ ഈ പാളയം എന്ന് പറയുന്ന സ്ഥലം അവിടെ കണ്ട് 3 സ്ഥാപനം 3 ഇതൊക്കെ ഒരുമിച്ച് ഉണ്ടോ. ഒരു ക്രിസ്ത്യാനി പള്ളി, മുസ്ലിം പള്ളി, പിന്നെ ഒരു ക്ഷേത്രം. ഈ മൂന്ന് സാധനം ഒരുമിച്ച് കാണുമ്പോഴേ ഒരു വല്ലാതെ ഒരു സന്തോഷം ജീവിത രീതിയാണ് ഇത്. എന്നുവെച്ചാൽ ഒരു ജാതി മതത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഈ ഓണത്തിന് ശേഷം ഓണത്തിൽ കണ്ടത് നബിദിനം, അത് പോയിട്ട് ഓണം ആഘോഷിക്കുന്ന കണ്ടു. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്ന, അതൊരു വല്ലാതെ ഒരു സന്തോഷമായി എനിക്ക് കണ്ടിട്ട്. ജീവിക്കണമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ചോട്ടുവിന്റെ ജീവിതത്തിനും പഠനത്തിനും ഒരു മേൽവിലാസം ഉണ്ടാക്കിയത് അസീസി കപ്പുച്ചിൻ ആശ്രമത്തിലെ ഫാദർ സുപ്പീരിയർ ആണ്. ചോട്ടുവിന്റെ ആഗ്രഹങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ഇരു കൈനീട്ടി സ്വീകരിച്ചത് ആര്യനാട് പാലേക്കോണത്ത് പ്രവർത്തിക്കുന്ന കുറെ നല്ലവരായ വൈദികരാണ്. ജോലികൾക്കിടയിലും അവന് പഠിക്കാൻ വേണ്ടുന്ന പ്രോത്സാഹനവും താമസവും ഈ ആശ്രമത്തിന്റെ വാതിലുകൾ ചോട്ടുവിന് തുറന്നിട്ടു. ഇവിടെ കുറച്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന
നമ്മുടെ ഒരു സഹോദരനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും ചോട്ടു നമ്മളവിടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വൈദികരാണ് അദ്ദേഹത്തിന് പഠനത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നാൽ നീ പഠിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ജോലി തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം സമയം കണ്ടെത്തി പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. മാത്രമല്ല അദ്ദേഹം ട്യൂഷനും പോകുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു കുറവുമില്ലാത്ത രീതിയിൽ എല്ലാ ജോലിക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പഠിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച ആ സമയം മുതൽ അദ്ദേഹത്തിന് മലയാളം വായിക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു, വായിക്കാനും എഴുതാനും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ, നമ്മൾ പാൽ കൊടുക്കാൻ പോകുന്ന ഒരു അവിടുത്തെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യ അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്നത്. അങ്ങനെ സിസ്റ്ററിൻ്റെ ഹെൽപ്പോടെ അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചു. ഞങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു എനർജി, പഠിക്കുവാനുള്ള ആ എനർജിയെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ജോലി തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം. അപ്പം നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തു, നമ്മൾ പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തു. കാരണം അവനെ ബുദ്ധിമുട്ടിക്കാതെ, കാരണം അവന് ദൂരെ നിന്ന് വന്നതുകൊണ്ടാണ്, കാരണം അവന് മലയാളം അറിയത്തില്ല എങ്കിലും അവൻ്റെ ആ എഫേർട്ട് കണ്ടപ്പോൾ നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്തു. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാക്ഷരതാ മിഷന്റെ സഹായമാണ് ചോട്ടുവിന്റെ പഠനത്തിന്റെ പൂമൊട്ടുകൾ വിരിയിച്ചത്. നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർക്ക് ഭാഷയുടെ വിഷയം വരാതിരിക്കാൻ തുടർ സാക്ഷരതയുമായി ബന്ധിപ്പിച്ചാണ് തുടർ പഠനത്തിന് വഴിയൊരുക്കിയത്. ഇനിയും പഠിക്കാൻ താല്പര്യമുള്ള ഇതര സംസ്ഥാനക്കാർ വരികയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ പറഞ്ഞു. നമുക്ക് അവിടെ നോക്കുമ്പോൾ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ഭാഷ ഒരു വിഷയമാണ്. അപ്പോൾ കുറേ ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ 6 മാസം അല്ല 5-6 വർഷമൊക്കെ കഴിഞ്ഞ് നല്ല പഠിക്കുന്ന കുട്ടികളായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഒരു 6 മാസം വരെയൊക്കെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ അപ്പോഴാണ് നമ്മുടെ ചിന്ത വന്നത്, നമ്മുടെ നാട്ടിൽ വരുന്ന അവരുടെ അന്യ സംസ്ഥാന നമ്മുടെ അതിഥി തൊഴിലാളികളാണ്, നമ്മുടെ അതിഥികളാണ്. അവർക്ക് നമുക്ക് ഒരു ഭാഷയുടെ ഒരു വിഷയത്തിന് ഒരു പ്രയാസം ഉണ്ടാകണ്ട എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ തുടർ സാക്ഷരതയെ അവരുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമുക്ക് ഇവരെ എങ്ങനെ നമുക്ക് സാക്ഷരതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ നമുക്ക് തുടർ സാക്ഷരത പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ഉള്ള സാധ്യതയുണ്ട്, അതിലിവരെ പങ്കാളിയാക്കാം, എങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് വരുമ്പോൾ തന്നെ ആർക്കും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ് എന്നുള്ളത് അറിയുകയും ഇവരെയും ഇതിൻ്റെ പഠിതാക്കളാക്കി കൊണ്ടുവരുന്നതിലേക്കും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ പ്രേരകമാരായിട്ടുള്ള ആ രണ്ട് ടീച്ചർമാരുണ്ട്, ആ 2 പ്രേരകമാരുണ്ട്. ആ പ്രേരകമാർ നമ്മുടെ ഈ പറഞ്ഞ പോലെ തുടർ സാക്ഷരത സ്കൂളിൽ പഠിപ്പിക്കുന്ന ഓരോ വിഷയത്തിനും അതിൻ്റെ ഒരു അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ തന്നെ സഹകരണത്തോടു കൂടി ഇവിടെ നമുക്ക് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ആഗ്രഹ സഫലീകരണത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ചോട്ടുവിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചായതുകൊണ്ട് ഒരു സങ്കടമാണ്. പറയുമ്പോഴേ ഇപ്പോൾ എൻ്റെ നാട് ആസാമാണ്. ഇപ്പോൾ ഞാൻ വളർന്ന കേരളത്തിലാണ്. ഈ നാട് വിട്ട് പോകാൻ ആലോചിക്കുമ്പോഴാണ് നെഞ്ചിൽ കൊള്ളണത്. കാരണം വെച്ചാൽ ഈ നാട് വിട്ടിട്ട് എങ്ങനെ പോകും? 10 വർഷമായിപ്പോൾ ഞാൻ ഇവിടെ ജീവിച്ച്. ഇപ്പോൾ ഈ നാട് വിട്ട് പോകാനായിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചായതുകൊണ്ട് എനിക്ക് വല്ലാതെ ഒരു ഇതായിപ്പോയി, ഫീലായിപ്പോയി. ഈ നാട് വിട്ടിട്ട് എങ്ങനെ പോകും? പക്ഷേ അവിടെ പോകുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഓർത്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചില സമയത്ത് കരയും. പിന്നെ ചില സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്. ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ ഇവിടെ നിന്ന് ഞാൻ കരയും. എനിക്കൊരു വല്ലാതെ ഇതായിപ്പോയി. എന്ന് വെച്ചാൽ ഈ നാട് വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല, ആ നാട് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോയി. ഞാൻ ചിലപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്ന എൻ്റെ അമ്മ അച്ഛ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ജീവിച്ചാലോ, അഥവാ അവസരം കിട്ടണമെങ്കിൽ അത് ചെയ്യും. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജ്യോതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.